ഏവരെയും ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഗാർഡൻ്റെ പേര് നജാത്ത് ഗാർഡൻസ്. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഒരു സെയിൽ വീഡിയോയുമായിട്ട് ആണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ക്രോട്ടൺ പ്ലാന്റിൻ്റെ സെയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായി സെയിലിനുള്ളത് ഈ പ്ലാന്റാണ്. ഇതിന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വിക്ടം സ്പോട്ട് എന്നുള്ള ഒരു പേരാണ് കണ്ടത്. ഇതിന് ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് 30 റുപ്പി തുടങ്ങി 100 റുപ്പി വരെയാണ്. അതായത് ഏറ്റവും ചെറിയ പ്ലാന്റ് ഈ ടൈപ്പ് ഇത് 30 റുപ്പീസിനും ഇതിൽ കുറച്ചുകൂടി വലിപ്പമുള്ളത് അതായത് ഇത് 45. ഇനി ബുഷിയായിട്ട് വേണമെന്നുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്ന ഇത് 100 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. പല വില അതുകൊണ്ടാണ് വന്നത്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്ലാന്റ് സെയിലിനുള്ളത്. ഇതിൻ്റെ ഐഡി ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സാൻസിബാർ എന്നാണ്. നീണ്ട ലീഫോട് കൂടി ഒരു ബ്രൗണും ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ മിക്സായിട്ട് എല്ലായിടത്തും സാധാരണ കാണുന്ന ഒരു ചെടിയാണ്. ഇതിനും റേറ്റ് ഇട്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞ ആ പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ. ഏറ്റവും ചെറുത് 30 റുപ്പിയും അതിന് വലുത് 45. അതും ബുഷി പോട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 100 റുപ്പി അതിന് ആകും. ഇത് നമ്മളുടെ മൂന്നാമത്തെ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കേർലി ബോയ് എന്നാണ് ഞാൻ കണ്ടത്. ശരിയാണ്, അതിന് ചേരുന്ന പേര് തന്നെയാണ്. കേർലി ആയിട്ട് ലീവ്സ് ഇരിക്കുന്ന നല്ല മെറൂൺ കളറും ഗ്രീൻ കളറും യെല്ലോ കളറും എല്ലാം കൂടെ കൂടിയിട്ട് ഇതുപോലെ ബുഷി പോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്. ഇതിൻ്റെയും ഏറ്റവും ചെറിയ പ്ലാന്റിന് 30 റുപ്പി, അതിൽ വലുത് 45. ബുഷി പോട്ട് വേണമെങ്കിൽ അതിന് 100 രൂപ ആകും. പിന്നെ ക്രോട്ടൺ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല അതിന്. വെള്ളമാണെങ്കിലും ഇനി എത്ര വേനലാണെങ്കിലും 1-2 ദിവസം ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇനി നല്ല മഴക്കാലമാണ്, വെള്ളം അധികമായാലും കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് സൺലൈറ്റ് വേണം. അതിൻ്റെ യഥാർത്ഥ കളറ് നമുക്ക് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണം. ഇത് നമ്മളുടെ നാലാമത്തെ പ്ലാന്റാണ്. ഇതിൻ്റെ ഐഡി എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ. പിന്നെ നല്ല വീതിയുള്ള ലീഫാണ്. യെല്ലോ ലീഫിൽ ഗ്രീൻ ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു മെറൂൺ ഷെയ്ഡും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിരിക്കണമെന്ന്. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ പ്ലാന്റിൻ്റെ മുകൾ വശം നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അവിടെ നല്ല യെല്ലോ കളറായിട്ടും നല്ല ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ ചൂട് ഭാഗത്ത് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നില്ല. കണ്ടോ, ഗ്രീൻ ആയിട്ടിരിക്കുന്നത് കണ്ടോ? നമ്മൾ വിചാരിക്കും ഒരു ചെടിയിൽ തന്നെ പല ഇത് വന്നോന്ന്. അത് സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ കളറിൽ വരുന്ന വേരിയേഷൻ. അതാണ് പറഞ്ഞത്, നല്ല സൺലൈറ്റ് എല്ലാ ക്രോട്ടൺ പ്ലാന്റിനും കിട്ടിയിരിക്കണമെന്ന്. ഇത് നമ്മളുടെ അഞ്ചാമത്തെ പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ആദ്യം ഒരു കടുത്ത യെല്ലോ ആയിരുന്നു. ഇത് ഒരു ലൈറ്റ് യെല്ലോയിൽ അതേ ഗ്രീൻ ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതിന് ഡാർക്ക് യെല്ലോ എന്ന് കൂട്ടി പേരിടുമ്പോൾ ഇതിന് നമുക്ക് ലൈറ്റ് യെല്ലോ എന്ന് കൂട്ടിയിട്ട് വല്ല പേരും ഇടാം. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ പേരൊക്കെ എന്താണെന്നുള്ളത്. ഇനി ഒരു കാര്യം, നിങ്ങൾ എന്നോട് ഓർഡർ ചെയ്ത് ചെടി വാങ്ങിച്ച് എൻ്റെ അടുത്ത് നിന്നല്ല എവിടെ നിന്നാണെങ്കിലും ഒരു ചെടി വാങ്ങിക്കുമ്പോൾ അതിന് സൺലൈറ്റ് കൂടുതലല്ലേ എന്നും പറഞ്ഞ് നട്ടാൽ ഉടനെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. നട്ട് ഒരാഴ്ചയൊക്കെ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ അടിയിൽ എങ്കിൽ മഴയും ഒക്കെ കൊള്ളുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒരുവിധം വേര് പിടിച്ചതിന് ശേഷം മാത്രമേ സൺലൈറ്റിലേക്ക് മാറ്റി വെക്കാവുള്ളൂ. ഇത് നമ്മുടെ അടുത്ത പ്ലാന്റ്. ഇത് ബനാന ക്രോട്ടനാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഏകദേശം നമ്മുടെ ബനാനയുടെ അതുപോലെ തോന്നിക്കുന്നുണ്ടല്ലേ കണ്ടാൽ തന്നെയും. ഇതും അടുത്ത സെയിലിനുള്ള പ്ലാന്റാണ്. ഇത് അടുത്ത സെയിലിനുള്ള ക്രോട്ടൺ പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ യെല്ലോ കർലി എന്നോ വല്ലതും ആയിരിക്കും അതിൻ്റെ പേര്. കാരണം റെഡ് അവിടെ കാണിച്ചത് അത് കർലി ബോയ് എന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ തന്നെ യെല്ലോ ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഈ പ്ലാന്റിനെല്ലാം ഞാൻ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. ഏറ്റവും ചെറുതിന് 30-ഉം അതിൽ വലുത് 45-ഉം ബുഷി പോട്ട് വേണമെങ്കിൽ അതിന് 100-ഉം. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ എല്ലാം കാണിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വില പറയാത്തത്. വീഡിയോ ആദ്യം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് അടുത്ത സെയിലിനുള്ള പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ഇത് സെയിലിനുള്ളതല്ല, മദർ പ്ലാന്റ് കാണിക്കുകയാണ്. ഇതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് ഈ പ്ലാന്റാണ്.
അതിന് റേറ്റ് 60 റുപ്പിയാകും. ഈ പറഞ്ഞ 30, 100 ലെവലിലുള്ളതല്ല അതിന് 60 റുപ്പിയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റ്, ഇതും എല്ലായിടത്തും കോമൺ ആയിട്ട് ഉള്ളതാണ്. ഇതിൻ്റെ റേറ്റ് 30 to 100 ആണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണമേ ഉള്ളൂ. അതിന് 75 റുപ്പിയാണ് റേറ്റ്. ഈ പ്ലാന്റ് അല്ല, ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. 75 റുപ്പിയാണ് അതിൻ്റെ റേറ്റ്. ഈ പ്ലാന്റ് ആണ് കേട്ടോ, ഇപ്പോൾ കാണിച്ച പ്ലാന്റിൻ്റെ ഒരെണ്ണം സെയിലിനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും നിർദ്ദേശം എനിക്ക് തരാനുണ്ടെങ്കിൽ, നെഗറ്റീവായാലും പോസിറ്റീവായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതെനിക്ക് നല്ല ഉണർവും ഉന്മേഷവും നൽകും ഇനി അങ്ങോട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ. ഇത് അടുത്ത പ്ലാന്റാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 30 തുടങ്ങി 100 വരെ വരുന്ന ലെവലിലുള്ളതാണ്. പിന്നെ കോട്ടൺ പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ നല്ല ഒരു വെറൈറ്റി തന്നെയാണ്. കർലി ലീഫാണ്. യെല്ലോയും ഗ്രീനും, ഡാർക്ക് ഗ്രീനും കൂടെ വന്നിട്ട് നല്ല ബുഷി പോട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോട് കൂടി വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് അടുത്ത പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ മറന്നുപോയപ്പം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതും കമൻറ്റ് ബോക്സിൽ ഇടണം. എനിക്ക് വളരെ ഉപകാരമായിരിക്കും. ഇതിൻ്റെയും അധികം പ്ലാൻസൊന്നും സെയിലിനില്ല, പക്ഷേ ഇതിൻ്റെ പ്ലാൻസിന് കുറച്ച് വില കൂടുതലാണ് കേട്ടോ. ഒരു പോട്ടിന് തന്നെ 120 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. നല്ല ബുഷി പോട്ടാണ്. ഇതാണ് അടുത്ത വെറൈറ്റി. നീണ്ട ലീഫാണ്. ഗ്രീൻ ലീഫിൽ യെല്ലോ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതും സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഇതിന് ചെറുതിന് 30 ആണ്, വലുതിന് 100 വരെയും വരും. ഇത് അടുത്ത പ്ലാന്റാണ് കേട്ടോ. ഇതും കൊടുക്കാനുള്ളതാണ്. ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. എൻ്റെ അടുത്ത് അധികം ഇല്ല, എണ്ണത്തിൽ വളരെ കുറവാണ്. ഈ പ്ലാന്റിന് ഞാൻ 200 റുപ്പിയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് പ്ലാന്റ്. ഏകദേശം കണ്ടാൽ ആപ്പിൾ ക്രോട്ടൺ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആപ്പിൾ ക്രോട്ടൺ അല്ല. ഈ പ്ലാന്റിന് അല്പം വില കൂടുതലുണ്ട്. ഇതിൻ്റെ ചെറുതെന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഇരിക്കുന്ന ടൈപ്പ്, അതിന് 45 റുപ്പിയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും വീഡിയോ ആയി വരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക.